മച്ചാന്മാരെ ഇന്നോവ ടൈപ്പ് 4ൻ്റെ ഫുൾ ഫിറ്റിംഗ് ആട്ടോ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നത്. ഗ്രില്ല്, അതേപോലെ തന്നെ ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, LED, ബാക്കിലെ ടൈൽ ലാമ്പ്, GT സ്റ്റാറിംഗ് ഒക്കെയാണ് മൊത്തത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിതാ കമ്പനി ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്യുകയാണ്. ഇതിൽ എല്ലാവർക്കും സംശയം ഉണ്ടാവും, അതായത് വയറും കട്ടിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഡയറക്റ്റ് കപ്ലർ ടു കപ്ലറാണ്. ഒരു വയറും കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അഡീഷണലായിട്ട് നമുക്ക് വേറെ വയറിംഗ് ഒന്നും ഇടണ്ട. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാട്രിക്സ് ടൈപ്പ് ഹെഡ്ലൈറ്റാണ് കയറുന്നത്. അതേപോലെ തന്നെ ടൈലാമ്പും വരുന്നത് കമ്പനി റിമൂവ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ്. എയർ ബാഗ് വരുന്നത് പിന്നെ ബാഗ് മാത്രമാണ് അതിനകത്ത് ഉണ്ടാകുക, അതിൻ്റെ മെഷീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പഴയതിൻ്റെത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മളുടെ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടയോട്ടൻ്റെ GTR ഗ്രില്ല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പും ഫോഗ് ലാമ്പും റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇത്. മാട്രിക്സ് ടൈപ്പ് ഹെഡ് ലാമ്പാണ് വരുന്നത്. അതിന് തന്നെയാണ് പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഗ്രില്ലുമ്മ വരുന്നതും അതേപോലെ തന്നെയാണ് GT ഗ്രില്ല്. ടൈലാമ്പ് വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മാട്രിക്സ് ടൈപ്പാണ്. ഇൻഡിക്കേറ്റർ മാട്രിക്സ് ആണ്. അതേപോലെ റിവേഴ്സ് വൈറ്റ് ലൈറ്റാണ് വരുന്നത്. പക്ക ഉഷാർ സാധനം കേട്ടോ. അതേപോലെ നമ്മുടെ സ്റ്റിയറിംഗ് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റി, അതായത് ലാൻഡ് ക്രൂസറിനൊക്കെ വരുന്ന എല്ലാ ഫെസിലിറ്റി ഇതിലുണ്ട്. പക്ഷേ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ നിലവിലുള്ളത് കൊണ്ട് നമ്മൾ ആ സ്റ്റിയറിംഗ് കൺട്രോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സംഗതികളൊന്നും ഇന്നോവ ഇതിൽ ആഡ് ആയില്ല. ക്രിസ്റ്റ അങ്ങനത്തിലൊക്കെ ആഡാവും. അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ.